ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വർഷം തുടങ്ങിയത് മുതൽ ഞാൻ ഷോർട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു ദിവസം രണ്ടും കൂടെ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെയാണ്. ഞാനാണെങ്കിൽ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെയുള്ള മരങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഇതൊക്കെ ചെറിയ ചെടിയായിരുന്നു ഈ വീട് നമ്മൾ താമസിക്കാൻ തുടങ്ങിയ മുതലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നില്ലേ, അപ്പോൾ എപ്പോഴും വെള്ളം നനയ്ക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞു ചെടികളായിരുന്നു. ഇപ്പം അതൊരു വലിയ മരമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ നോക്കുകയായിരുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ടൊരു അത്ഭുതം പോലെ. ഞാനിങ്ങനെ ഇങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ വന്ന് നോക്കലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോന്ന് കാണുന്നേരം ഭയങ്കര കൗതുകമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ബിരിയാണിയാണ്. എന്തോ എനിക്ക് ഇലയിൽ കഴിക്കണം തോന്നിയിട്ട് ഞാൻ ഇലയൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴോ എനിക്ക് ഇലയിൽ അങ്ങനെ കഴിക്കുകയല്ല വേണ്ടത്, എനിക്കൊരു പൊതി ബിരിയാണി ആക്കിയിട്ട് കഴിക്കണം എന്ന്. അപ്പം ഞാൻ ഇലയൊക്കെ വാട്ടിയെടുത്തതാണ്. എനിക്കാണെങ്കിൽ നാട്ടിൽ വന്ന ഇലയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അല്ലെങ്കിൽ അവിടുന്ന് ഞാനിങ്ങനെ പൊതി ബിരിയാണിയൊന്നും വാങ്ങിക്കാറില്ല. എനിക്ക് അങ്ങനെ ബിരിയാണി ഇങ്ങനെ പൊതിഞ്ഞ് വരുന്ന രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നില്ല. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ഇലയിൽ ഞാൻ ബിരിയാണി ആക്കി കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലേൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് വിശന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് കഴിച്ച്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണോ അല്ലെങ്കിൽ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാരണം ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടികൾ. വൈകുന്നേരം ആയപ്പോൾ എനിക്കാണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാവിലാണല്ലോ മാങ്ങ ഉണ്ടാകുക, ഞാൻ എന്തിനത് എടുത്ത് പറയണം. എനിവേ, അപ്പോൾ മാങ്ങ ഞാൻ കല്ലെറിഞ്ഞ് വീഴ്ത്തി മാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ എനിക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കണം. ഇത് അങ്ങനത്തെ മേശയൊന്നും ഇല്ല, ഇവിടുന്ന് പണിത മേശയല്ലേ. വീഴ കുട്ടോ, കുട്ടിപ്പ വീഴ. കഴിഞ്ഞ ഇനിയുണ്ടോ? I don't have any sense of direction. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൈബിസ്കസ് പേജില്ലേ, അപ്പം അതിലേക്ക് കുറച്ച് പുതിയ സാരീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു ഞാൻ. അപ്പം നിങ്ങൾക്ക് സാരീസോ ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കൂടുതലും ഞാനിപ്പോൾ സാരിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ്. മിക്കതും 1500 ബിലോ റേഞ്ചിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നെടുത്ത വീഡിയോസ് ആയിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് തളർന്ന് ഞാനൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചായ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ചായ ഉണ്ടാക്കിയല്ല അന്ന് പെർഫെക്റ്റ് ആയിട്ട് വരിക എന്നുള്ള അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചു. ഞാനൊരു ചായ എക്സ്പേർട്ട് ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങ് ചൂടാക്കി എടുക്കുന്നതാണ്. ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കുറച്ച് പണിയാണെങ്കിലും നല്ല റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പഞ്ചസാരയിൽ നമ്മൾ ചായപ്പൊടി അരിച്ചൊഴിക്കുക, അതിനുശേഷം തിളപ്പിച്ച പാൽ ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക, അത്ര തന്നെ. പക്ഷേ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്നൊന്നും അറിയില്ല. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല ചായ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എത്രയോ കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും ചായ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് കുടിക്കുക. എത്ര ടയേർഡ് ആണെങ്കിലും കൂടെ ഞാൻ നൈറ്റ് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യലില്ല. മോർണിംഗ് സ്കിൻ കെയർ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങ് മടി പിടിച്ചങ്ങ് ഇതാക്കുമെങ്കിലും നൈറ്റ് നല്ലോണം ഫേസൊക്കെ വാഷ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങൽ. ഇന്ന് ഞാൻ ഫുള്ള് ഇങ്ങനെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ടാൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്നതും എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നിയൊരു കാര്യമാണ് ഫേസ് ഡ്രൈ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെച്ചത്. അതെനിക്ക് നല്ലതായിട്ട് തോന്നി.
പിന്നെ അതാ സെറമൈഡ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ്. ഈ സെറമൈഡ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഞാൻ ഡോക്ടർ ഷെറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഡെമോക്കോടെയാന്ന് തോന്നുന്നു, അത് മാത്രമാണ് തോന്നുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എന്തോ ഒരു സൗണ്ട് കേട്ടത് പുറത്ത്. എനിക്കാണെങ്കിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, പേടിച്ചുകൊണ്ടാണ് നോക്കുന്നത്. വീട് ചുറ്റും ക്യാമറ ഒക്കെ ആയതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പം അത്രയ്ക്കുള്ളൂ. മോയ്സ്ചറൈസർ അതാ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതാ ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു സിമ്പിൾ നൈറ്റ് സ്കിൻ കെയർ. അപ്പം ഞാൻ പ്രൊഡക്റ്റ്സൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.